പറയാനൊന്നുമില്ല. നമ്മള് ചില നമ്മുടെ ശൈലി അവിടെ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ചു മാത്രമല്ല. ഇതുപോലെയുള്ള ലൈറ്റിൻ്റെ സാധനം ഈ ഒരു പാനലുണ്ടല്ലോ, അത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. പിന്നെ താഴെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിൽ 2, 3, 4, 5 സീറ്റാണ് കേട്ടോ വരുന്നത്. നമസ്കാരം, വണ്ടിപ്പസാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നുള്ളത് നമ്മുടെ ഡെറാഡോൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് അൽസാജിലാണ്, തിരുവനന്തപുരത്ത്. അപ്പോൾ ഒരു കല്യാണ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ വഴിയെ പറയാം. അപ്പോൾ വണ്ടിപ്പസാൻ്റെ പുതിയ വീഡിയോയിലേക്കും സ്വാഗതം. ാണ് നമ്മുടെ കല്യാണം പുറപ്പെടുന്നത്. അവിടെ ഒരു ലൈലൻഡ് ഡെറാഡോ കിടക്കുന്നുണ്ട്, ബാക്കിൽ 12 മീറ്റർ ലൈലൻഡ് ഡെറാഡോ കിടക്കുന്നുണ്ട്. പിന്നെ അതാ ടാറ്റ. അപ്പോൾ ഈ കല്യാണത്തിൻ്റെ കൂടെ ആണ് ചെയ്യാമെന്ന് വിചാരിച്ചു ഒരു വീഡിയോ. അതും ഒരു വെറൈറ്റി ആവട്ടെ, സ്ഥിരമായിട്ട് കണ്ട് ശീലിച്ച സംഭവങ്ങളൊന്നും വ്യത്യാസമായിട്ട്. പിന്നെ നമ്മൾ 34 സീറ്റ് വണ്ടി അപ്പുറത്ത് കിടക്കുന്നുണ്ട്. 34 സീറ്റ് ഇതാ കിടക്കുന്നു. 34 സീറ്റ് നമ്മൾ കഴിഞ്ഞ തവണ ചെയ്ത വണ്ടിയാണ്. ഇവരുടെ എല്ലാ വണ്ടികളും ഒന്ന് ഈ കല്യാണത്തിന് പുറപ്പെട്ട് പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഇതിൻ്റെ കൂടെ അത് കാണിച്ചു. ഒരു കല്യാണത്തിന് പോകുന്ന ഒരു വീഡിയോ ആയിട്ട് കിടക്കട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതാണ്. അപ്പോൾ ഞാനുള്ളത് അൽസാജിലാണ്, നേരത്തെ പറഞ്ഞല്ലോ. അപ്പോൾ തിരുവനന്തപുരത്ത് വലിയൊരു മറ്റേ കൺവെൻഷൻ സെൻറ്റർ അവിടെ അൽസാജ്. അപ്പോൾ ഒരു കല്യാണം ജസ്റ്റ് കൂടാനൊരു ഭാഗ്യം കിട്ടി. എന്തായാലും നമ്മുടെ കല്യാണം കഴിഞ്ഞില്ലെങ്കിലും ഇതുപോലെ നമ്മൾ റിവ്യൂ ചെയ്ത വണ്ടികളൊക്കെ ഒരുപാട് കല്യാണങ്ങളൊക്കെ പോകുന്നത് കാണുമ്പോൾ സന്തോഷം. അപ്പോൾ ഞാൻ നമ്മുടെ ഡെറാഡോ കൂട്ടത്തിലാണ് വന്നിട്ടുള്ളത്. ഡെറാഡോ ഒരു 1, 2, 3, 4 ഡെറാഡോകൾ ഇവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഡെറാഡോ ഇപ്പോൾ 2 വണ്ടി പുതിയതായിട്ട് എടുത്തിട്ടുണ്ട്. 2 പുതിയ വണ്ടി. പിന്നെ അതിൻ്റെ അപ്പുറത്ത് കിടക്കുന്നത് ഡെറാഡോ തന്നെയാണ്. അപ്പോൾ ഈ ഡെറാഡോയുടെ വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നേക്കുന്നത്. അപ്പോൾ 2 കണ്ടൻ്റായിട്ട് ഇടണോ അത് ഒറ്റ കണ്ടൻറ്റിൽ തീർക്കണമെന്ന്, അതായത് നമുക്ക് ഉണ്ടായിരുന്നൊരു കൺഫ്യൂഷൻ. അപ്പോൾ എന്തായാലും 2 കണ്ടൻ്റായിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഇടാം. 2 കണ്ടൻറ്റ് കിടക്കട്ടെ അല്ലേ, അപ്പോഴല്ലേ നിങ്ങൾ വന്നിട്ട് കാണാനും താല്പര്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ എന്തായാലും ഇന്ന് കല്യാണം കഴിയാൻ പോകുന്ന വധൂവരന്മാർക്ക് ആശംസകൾ നേരുന്നു. നന്നായിട്ട് വരട്ടെ, എല്ലാ ഭാവുകങ്ങളും നേരുന്നു. അപ്പോൾ ആദ്യം നമ്മുടെ ലൈലൻഡ് വണ്ടിയിൽ നിന്ന് നമ്മൾ ആദ്യം നമ്മുടെ റിവ്യൂ തുടങ്ങാം അല്ലേ. അപ്പോൾ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന വണ്ടി ടാറ്റയാണ് കേട്ടോ. 2 12 മീറ്റർ ATP ആണ്. മറ്റേ കിടക്കുന്ന വണ്ടി 34 സീറ്റ് വണ്ടി. അതിൻ്റെ അപ്പുറത്ത് ഒരു BS6 നമ്മൾ ചെയ്തിട്ടുള്ള വണ്ടിയാണത്. സാക്രിഫൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഓർമ്മയില്ലേ.
49 സീറ്റ് വണ്ടി. അങ്ങനെ 4 വണ്ടികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഇതിൽ സത്യം പറഞ്ഞാൽ 4 വണ്ടി നമ്മൾ വീഡിയോ ചെയ്ത വണ്ടികളാണ് അല്ലേ. പിന്നെ തൊട്ടപ്പുറത്ത് വണ്ടി ഭ്രാന്തിന് ഇങ്ങനെ വേർതിരിവൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അപ്പുറത്ത് പിക്കാച്ചു, ഹെലോ, എന്താ അങ്ങനെയുള്ള സരയു ഏതൊക്കെയോ വണ്ടികൾ കിടക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെയും പേരൊന്നും എനിക്ക് കറക്റ്റ് പ്രൊണൗൺസ് അറിയില്ല. അപ്പോൾ നമ്മുടെ വിശേഷങ്ങൾ ഇവൻ്റെയാണ്. അപ്പോൾ ഇതിൻ്റെ കാര്യങ്ങളൊക്കെയാണ് നമ്മളിന്ന് പറയാൻ പോണത്. അപ്പോൾ ഫ്രണ്ടിൽ വരികയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കിത് പറഞ്ഞ് വീർപ്പിക്കണമൊന്നുമില്ല. ഡെറാഡോൻ്റെ സ്ഥിരമായിട്ട് വരുന്ന ആ ഒരു ഫൗണ്ട് ഉണ്ടല്ലോ, അതിൽ വന്നിട്ടുള്ളൊരു നെയിമോട് കൂടിയിട്ടുള്ള ആ ഒരു നെയിം ബോർഡ് കാണാം. പിന്നെ ടർബോ എന്ന് കാണിച്ചിട്ടുണ്ട്. 2 വണ്ടിക്കും. ആ വണ്ടിക്ക് സോണിക്കാണെങ്കിൽ ഇതിന് ടർബോ എന്നാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത്. നമുക്ക് അതിലേക്ക് വിശേഷങ്ങളിലേക്ക് കിടക്കാം. ആദ്യം നമുക്ക് ലൈലൻഡ് പറഞ്ഞു പോവാം. അപ്പോൾ ലൈലൻഡിൻ്റെ ശരിക്കും 2 വണ്ടി വ്യത്യാസമൊന്നുമില്ല, കളറിൽ മാത്രമുള്ള ഡിഫറൻസ് മാത്രമല്ല, ബാക്കിയൊക്കെ ഒരേപോലെയാണ്. പിന്നെ ഈ 2 വണ്ടി നല്ല ഹൈറ്റാണ് കേട്ടോ. ഇതങ്ങനെ ഹൈറ്റായിട്ട് പണിയണേനും ശരിക്കും മറ്റുള്ള വണ്ടികളൊന്നും കുറച്ചുകൂടി വ്യത്യാസമായിട്ട് ഹൈറ്റിൽ പണിയുമ്പോൾ റേറ്റും കൂടുതലുണ്ടായിരിക്കും മേ ബി. അപ്പോൾ ഡെറാഡോ വലിയൊരു വിൻഷീൽഡിൻ്റെ പോർഷൻ ടർബോ എന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബോണ്ടിൻ്റെ ഹുഡിൻ്റെ ഭാഗവും അതുപോലെ തന്നെ നമ്മുടെ മറ്റേ വൈപ്പർ, അതുപോലെ തന്നെ ഹെഡ് ലാമ്പ്സ്, അങ്ങനെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. സ്ഥിരം പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, കൂടുതലൊന്നുമില്ല. സ്ഥിരമായൊരു സെഡസ്ത്ര മോഡൽ വരുന്ന ആ കൗള് കാര്യങ്ങളൊക്കെ തന്നെ അതിൽ കാണുന്നത്. ഇതിൽ എടുത്ത് പറയേണ്ട കാര്യങ്ങൾ പറയണമെങ്കിൽ ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു പെയിൻറ്റിംഗ് ആണ്. പെയിൻറ്റിങ് മീൻസ് വിനയൽ സ്റ്റിക്കർ വർക്കാണ് ചെയ്തിട്ടുള്ളത്. നമ്മൾ പെയിൻറ്റിംഗ് ആണെന്ന് തോന്നുന്നു അല്ലേ. പക്ഷെ അത് നല്ല എടുത്ത് പറയേണ്ടതാണ്. കുറേ കാലമായി നമ്മൾ കളറ് കാണാതെയായിട്ട്. അപ്പോൾ കളറ് വണ്ടിയാണ്, അപ്പോൾ അതുകൊണ്ട് സന്തോഷം തോന്നുന്നു. അപ്പോൾ ഈ ഒരു വണ്ടി വന്നിട്ടുള്ളത് റെഡ്, അതുപോലെ തന്നെ ഗ്രീൻ, അങ്ങനത്തെ ഒക്കെ സംഭവങ്ങളൊക്കെ ആയിട്ടുള്ള വർക്കുകളാണ് ഇതിൽ ചെയ്തേക്കണേ കേട്ടോ. പിന്നെ ഈ വണ്ടി 45 സീറ്റാണ് കേട്ടോ വന്നിട്ടുള്ളത്, 45 സീറ്റ്. അപ്പോൾ ചിലവരൊക്കെ ചോദിക്കാറുണ്ട് 45 ആണോ 47 ആണോ 49 ആണോ എന്ന്. 45 സീറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഓവറോൾ ലുക്കൊക്കെ ഇങ്ങനെയാണ് വരണേ കേട്ടോ. ഒരു ബ്ലാക്ക് തീമാണ് ബ്ലാക്കിൽ ഇതുപോലെയുള്ള വർക്കുകളാണ് ചെയ്തിട്ടുള്ളത്. നന്നായിരിക്കുന്നുണ്ട് കാണാനല്ലേ. നല്ല എന്താ പറയുക, ഒരു കുറേ വർക്ക് ചെയ്തിട്ടുണ്ട് സംഭവം. ഇതുപോലുള്ള ഈ ഒരു മെറ്റീരിയലൊക്കെ ഇങ്ങനെ അടിച്ച് ഇത് ഓരോന്നും സെപ്പറേറ്റ് ആണ്. ഇതുണ്ടല്ലേ, ഇത് ഇവിടുന്ന് വരുമ്പോൾ വരണം, പിന്നെ ഇവിടുന്ന് വേറെ അടിച്ചു, അങ്ങനെ സെപ്പറേറ്റ് അതെല്ലാം കറക്റ്റായിട്ട് യോജിച്ച് ഇതിൽ വന്ന് നിൽക്കും വേണ്ടേ അല്ലേ. അപ്പോൾ കുറേ പാടുണ്ട് ഈ വർക്കിന്. നമ്മൾ നിസ്സാരമായിട്ട് തോന്നും, പക്ഷെ നല്ല പാടുണ്ട് ഇങ്ങനൊരു വർക്കൊക്കെ എടുത്തിട്ട് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങാനായിട്ട്. എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടി കാണാനായിട്ട്. പിന്നെ കുറേ കാലമായാലും നമ്മൾ ഈ ഒരു കളർഫുള്ളായിട്ടുള്ളൊരു വണ്ടി കണ്ടിട്ട്. നമ്മൾ ലാസ്റ്റ് നന്ദുവല്ലേ ചെയ്തത്, അതും തിരുവനന്തപുരത്തായിരുന്നു. നമ്മളിന്ന് ശരിക്കും പറഞ്ഞാൽ ഡെറാഡോൻ്റെ ഷെഡിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോഴാണ് കല്യാണമുണ്ട്. തലേ ദിവസം വന്ന ഡെറാഡോൻ്റെ അവിടെ സത്യം പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് മഴയും കാര്യങ്ങളൊക്കെ, വേനൽ മഴ കാരണം നമുക്ക് എടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ട്, ഇരുട്ടൊക്കെ ആയി, പിന്നെ ലേറ്റ് പോയി. അപ്പോൾ തോമസൻ സാറാണ് നമുക്കൊരു റൂമൊക്കെ അറേഞ്ച് ചെയ്തിട്ട് നമ്മളവിടെ നിൽക്കുക ചെയ്തത്. അപ്പോൾ പിറ്റേ ദിവസം കല്യാണമാണ്. എന്നാൽ കല്യാണത്തിന് അൽസാജിലുണ്ടെന്ന് പറഞ്ഞപ്പോൾ അവിടെ ഇട്ടിട്ട് എടുക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട് ഇങ്ങോട്ട് പോകുന്നത്. വീല് കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ഇതിൽ ഞാൻ സ്പെസിഫിക്കേഷൻ കാര്യങ്ങളൊന്നും കിടക്കില്ല. ഞാൻ പഴയൊരു 12 മീറ്റർ നമ്മൾ ലൈലൻഡും ചെയ്തിട്ടുണ്ട്, 12 മീറ്റർ ടാറ്റയും ചെയ്തിട്ടുണ്ട്. 12 മീറ്റർ ടാറ്റ നമ്മൾ നന്ദുവായിരുന്നു ചെയ്തിരുന്നത്. 12 മീറ്റർ ലൈലൻഡ് നമ്മൾ ഐസിയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതൊന്നും സ്പെസിഫിക്കേഷൻ ഒന്നും പറയുന്നില്ല. ഞാൻ ഈ വണ്ടിയുടെ ഒരു ഭംഗി ഓവറോൾ കണ്ടിട്ട് എടുത്തതാണ് കേട്ടോ. അതിൻ്റെ ആ ഒരു മൊത്തത്തിലുള്ള ഒരു ആകാര വടിവ് എന്നൊക്കെ പറയില്ലേ അല്ലേ. 2 വണ്ടി നിൽക്കുന്ന ഇത് അഴകല്ലേ കാണാനായിട്ട്. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ കാര്യങ്ങൾ. പിന്നെ നമ്മൾ എടുത്ത് വെറുപ്പിക്കണമെന്നില്ല. ഇതൊക്കെ സ്ഥലങ്ങളൊക്കെയാണ്, ഇതൊക്കെ സ്പേസ് ആണ് ഇഷ്ടംപോലെ. ഇങ്ങനെ 12 മീറ്റർ വണ്ടിയൊക്കെ തന്നെ ഇഷ്ടംപോലെ സ്പേസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ വണ്ടി എയർ വണ്ടിയാണ്, ബാക്ക് എയറാണ് ഉണ്ടല്ലേ. അപ്പോൾ എയറിൻ്റെ ഇതും കാര്യങ്ങളൊക്കെ കാണാണ്ട്. ഓക്കെ, പിന്നെ ഇനി ബാക്കിലേക്ക് തന്നെ കിടക്കാം. നമ്മൾ പറഞ്ഞ കാര്യം റിപ്പീറ്റ് ചെയ്ത് നമ്മൾ പറയുമ്പോൾ ഇത് കാണുന്ന ആൾക്കാർക്കും ഒരു വെറുപ്പീര് തോന്നും. നമ്മൾ പറഞ്ഞ തന്നെ പറയണേന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് എടുത്ത് പറയേണ്ടത് അത് മാത്രം എടുത്ത് പറയണല്ലോ കേട്ടോ. അപ്പോൾ ഒരു ഓവറോൾ ലുക്ക് പറഞ്ഞാൽ 2 വണ്ടിയുടെ ബാക്ക് പോർഷൻ ഇത് നമുക്ക് എടുത്ത് കാണിക്കേണ്ടതാണ്. 2 വണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോഴല്ലേ ഇത് കാണിക്കാൻ പറ്റും. 2 വണ്ടി നിൽക്കണമെങ്കിൽ ഒരേ അളവും ഒരേ ഹൈറ്റും എല്ലാം ഒന്നാണ് കേട്ടോ. പിന്നെ ആ വണ്ടിയുടെ ഒരു ബ്ലൂ തീമിലാണ് വന്നേക്കണ വെച്ചാൽ ഇത് റെഡ് തീമിലാണ് വന്നേക്കണേ, അത്രേ വ്യത്യാസമുള്ളൂ. ഓക്കെ, പിന്നെ ഇതിൻ്റെ ഒരു ബാക്ക് പോർഷനിലൊക്കെ ഇതുപോലെയുള്ള ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് എന്നൊക്കെ ആയിരിക്കുമല്ലോ ഇതിൻ്റെ കറക്റ്റ്. ഫിയർലെസ് എന്നായിരിക്കും അല്ലേ, ഫാസ്റ്റ് ആൻഡ് ഫ്യൂരിയസ് അല്ലേ, ഫാസ്റ്റ് ഫിയർലെസ് അല്ലേ. ശരിക്കും ഇതില്ലേ ഇങ്ങനെ എടുത്ത് അകലേന്ന് നോക്കിയാൽ അത് അടുത്തുനിന്ന് അറിയില്ല, അപ്പോൾ അകലേന്ന് കണ്ടാലേ അറിയുള്ളൂ. മുകളിൽ ഒരു ക്യാമറ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ കൂളിംഗ് സ്റ്റിക്കേഴ്സ് ആ സംഭവങ്ങളൊക്കെ അതിൽ ഒട്ടിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കാണാനൊക്കെ ഒരു എന്താ പറയുക സെറ്റായിട്ടുണ്ട് വണ്ടി. പിന്നെ ടെമ്പററി രജിസ്ട്രേഷനാണ് ഇപ്പോൾ. നാളെ മറ്റേ ബോർഡും കാര്യങ്ങളൊക്കെ വെക്കും. പിന്നെ 1, 2, 3, 4 ടെയിൽ ലാമ്പ്സ് നമുക്ക് കാണാം.
ഇതൊക്കെ നമ്മൾ സ്ഥിരം പറയണതാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് കൂട്ടത്തിൽ പറയണമെന്ന് മാത്രം. എന്തായാലും ഓവറോൾ ഇങ്ങനെയൊക്കെയാണ് വണ്ടിയുടെ പുറമേ നിന്നുള്ള ലുക്ക് കാര്യങ്ങളൊക്കെ കേട്ടോ. വണ്ടി ഒരു അടാറ് വണ്ടി തന്നെ, ഒന്നും പറയാനില്ല. നല്ല ഹൈറ്റും വെയിറ്റുള്ള കാര്യം, നല്ല എവിടെ കൊണ്ടുപോകാനും നല്ലതാണ്. പിന്നെ ഈ വണ്ടി നമുക്ക് ഈ ട്രിപ്പൊക്കെ പോകുക വെച്ചാലേ സൂപ്പറായിട്ട് നമുക്ക് ഈ പുഷ് ബാക്ക് സീറ്റും കാര്യങ്ങളൊക്കെ അല്ലേ, നല്ല അടാറ് ആയിട്ട് സുഖമായിട്ട് നമുക്ക് പോയിട്ട് വരാം ഏത് ട്രിപ്പും. പിന്നെ ഈ സൈഡിൽ കിടക്കുകയാണെങ്കിൽ നമ്മൾ അപ്പുറത്ത് പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെയാണ് ഈ സൈഡിലും പറയാനുള്ളത്. ഈ ഒരു വണ്ടിയുടെ ഭാഗം നീലയാണ്, ഞാൻ അതിലേക്ക് കിടക്കുന്നത് വേറൊരു കണ്ടൻറ്റായിട്ട് ഇടാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ സെപ്പറേറ്റ് അടുത്ത വീഡിയോ അതിൻ്റെ ആയിരിക്കും. പക്ഷേ അതിൻ്റെ കൂട്ടത്തിൽ ഇങ്ങനെ എടുത്ത് പോകണമെന്ന് മാത്രം. ഈ രണ്ട് വണ്ടി ഇങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ, ഒന്ന് നീല ഒന്ന് ചുവപ്പ്. അപ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടി ഇഷ്ടപ്പെട്ടെന്ന് നിങ്ങൾ പറയണം. ഓക്കെ, കമൻറ്റ് രേഖപ്പെടുത്തുക നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടപ്പെട്ടത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഞാൻ കൂടുതലായിട്ട് ഇതിൻ്റെ ഒരു എന്താ പറയുക, ഇതിൻ്റെ ഒരു ഭംഗി, അതായത് ഇങ്ങനെ ഈ സ്റ്റിക്കർ വർക്കുകൾ കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ശരിക്കും വന്നത്. കുറേ കാലമായി ഇങ്ങനത്തെ ഒരു വർക്കുള്ള വണ്ടികളൊക്കെ നമ്മൾ കണ്ടിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു വർക്കുള്ള വണ്ടി കാണുമ്പോഴേ അപ്പോൾ നമുക്ക് എടുക്കാനായിട്ട് കൂടുതലുണ്ടല്ലോ. വേണ്ട ഓരോരോ വർക്കുകൾ നോക്കി, ആ സൈഡിലുള്ള കുറച്ച് വർക്കുകളല്ല കേട്ടോ, ഇവിടെ വരുമ്പോൾ കുറച്ചുകൂടി വ്യത്യാസമുണ്ട്. നമുക്ക് എടുത്തിങ്ങനെ നോക്കുമ്പോഴാണ് മനസ്സിലാവുള്ളത് ഓരോരോ വർക്കുകൾ വ്യത്യാസമുണ്ട്. മുകളിൽ സൈഡിലിത് മറ്റേ സ്ലൈഡിങ് ആണ്, നീക്കാൻ പറ്റുന്ന ഗ്ലാസ് തന്നെയാണ്. പിന്നെ AC ഓട്ടങ്ങളൊക്കെ ഓടാൻ പറ്റും. അപ്പോൾ നന്നായിരിക്കുന്നുണ്ട് കാണാനൊക്കെ വർക്കൊക്കെ. ബാക്ക് വീലിൻ്റെ പോർഷൻ കാര്യങ്ങളൊക്കെ പിന്നെ അപ്പുറത്ത് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാണ്, വേറെ ഒന്നുമില്ല. സ്പേസിൻ്റെ കാര്യങ്ങളൊക്കെ നേരത്തെ പറഞ്ഞല്ലോ, സ്പേസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് ലൈലൻ്റ് ആണ് വണ്ടി. അപ്പോൾ ടാറ്റ നമുക്ക് അപ്പുറത്തെ അടുത്ത വീഡിയോയിൽ നമുക്ക് കൂടുതലായിട്ട് പറയാം. പ്രകാശിൻ്റെ വീൽ ക്യാപ്പ് കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് മറ്റേ ഇതിൽ സ്പെസിഫിക്കേഷനിലേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഒന്നും കിടക്കണില്ല. എന്താ വെച്ചാൽ അതൊക്കെ ഇപ്പോൾ നമ്മൾ പഴയ വീഡിയോയിൽ പറഞ്ഞതാണ്. 86 22.5 ടയറാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ പുറത്തൊരു സ്വിച്ച് ഉണ്ട്, പുറത്ത് ഓപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന സ്വിച്ച്. പിന്നെ ബോഡി ലൈറ്റ്സ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. മെയിനായിട്ട് ഇത് തന്നെ എന്താ പറയുക, ഇതിൻ്റെ ഒരു കളർ തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി അഴകായിട്ട് തോന്നുന്നത്. നല്ല രസമുണ്ട് രണ്ട് വണ്ടിയും. ഇപ്പോൾ ബ്ലൂ കളറും തീം നന്നായിരിക്കുന്നുണ്ട്, റെഡ് തീമുള്ള വണ്ടി നന്നായിരിക്കുന്നുണ്ട് കാണാനൊക്കെ ആയിട്ട്. രണ്ടും നമുക്ക് ഒരുമിച്ച് ഒരു കല്യാണ ഓട്ടത്തിന് കിട്ടിയപ്പോൾ നമുക്കത് ഒരു കാര്യവും ചെയ്തു അല്ലേ. എന്തായാലും ഒരു രക്ഷയില്ല, രണ്ട് വണ്ടീനെ ഒരുമിച്ചിട്ട് ഇങ്ങനെ കാണുമ്പോഴേ. അപ്പോൾ എത്ര ലക്ഷം രൂപ മുതലല്ലേ ഈ സ്ലീപ്പർ വണ്ടികളിലൊക്കെ പോലെ. നല്ല ഹൈറ്റ് ഉണ്ട് വണ്ടി, ആണ് ഇതിനൊരു അഴക്. സൈഡിൽ ഇതുപോലെ മിറർ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ടോപ്പ് പോർഷനിൽ ആ മിറർ കാര്യങ്ങളൊക്കെ കണ്ടോ നിൽക്കണത്, നല്ല രസമുണ്ട്. രണ്ട് വണ്ടി ഒരുമിച്ച് കാട്ടിയാരാനി, രണ്ട് വണ്ടി ഒരുമിച്ച് നിൽക്കുമ്പോൾ ഉണ്ടല്ലോ അതിൻ്റെ ഒരു തലയെടുപ്പ്, അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത് ഇതിൻ്റെ ഒരു ഹൈറ്റും വെയിറ്റൊക്കെ. എന്തായാലും നല്ല അടാറ് കിടക്കാച്ചി വണ്ടി, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എന്തായാലും തോമസൺ സാറാണ് ഈ വണ്ടി എടുത്തിട്ടുള്ളത്. അദ്ദേഹം നമ്മുടെ ഒരു ജ്യേഷ്ഠതുല്യനായിട്ടുള്ള ആളാണ്. അപ്പോൾ നമുക്ക് വണ്ടി വന്നപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എൻ്റെ അടുത്ത് മറ്റേ ബാംഗ്ലൂർ വന്ന സമയത്ത് അവിടെ വന്നിട്ട് എടുത്തോളാനാണ് പറഞ്ഞത്. പക്ഷേ നമുക്ക് അവിടെ പോകാൻ പറ്റിയില്ല ചില തിരക്ക് കാരണം. പക്ഷേ വീണ്ടും നമുക്ക് വണ്ടി വന്നിട്ട് 2 ദിവസമാണെങ്കിൽ നമുക്ക് AC വർക്കിന് പോയിക്കായിരുന്നു. കഴിഞ്ഞതും നമുക്ക് വണ്ടി ചെയ്യാനായിട്ട് കിട്ടി. എന്തായാലും നമ്മൾ ചെയ്ത വണ്ടികൾ വീണ്ടും നമുക്ക് ഇപ്പോൾ ഈ സാക്രിഫൈസ് ഇത് ഈ വണ്ടി ഡൊറോഡ നമ്മൾ മുന്നേ ചെയ്ത വണ്ടി അതൊക്കെ വീണ്ടും നമുക്ക് ഇങ്ങനെ ഒരുമിച്ച് കാണാൻ പറ്റുമ്പോഴേ. അതുപോലെ 34 സീറ്റ് ഈ വണ്ടി നമ്മൾ ചെയ്തതാണ്. ഡൊറോഡൻ്റെ ഒരുവിധമെല്ലാം വണ്ടി നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരൊക്കെ ഒരുമിച്ച് നമുക്ക് കിട്ടുമ്പോൾ ഒരുമിച്ച് കാണുമ്പോൾ അതൊരു കല്യാണത്തിന് നമുക്ക് ഒരുമിച്ച് കൂടാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അതൊരു ഭാഗ്യമായിട്ട് കരുതുന്നു. അപ്പോൾ ഇനി വണ്ടിയുടെ ഉള്ളിൽ കയറാം, എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ അവിടെ പറയാം. ഓക്കെ, നമ്മുടെ ഡെറാഡോ ട്രാവൽസ് ലൈലൻ്റ് വണ്ടിയില്ലേ, ആ ലൈലൻ്റ് വണ്ടിയുടെ ഇൻറ്റീരിയറിൽ കയറിയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇൻറ്റീരിയർ കാഴ്ചകൾ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ഇതിൽ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് 2+2 വന്നിട്ടുള്ളത്. സീറ്റൊക്കെ പറയുകയാണെങ്കിൽ സീറ്റ് ഇത് വോൾവോൻ്റെ ടൈപ്പ് സീറ്റാണിത്. സ്പെഷ്യലായിട്ട് ചെയ്യുന്നതാണ് നമ്മുടെ പ്രകാശിൽ സ്പെഷ്യൽ പറഞ്ഞിട്ട്, അതായത് നമ്മൾ ഇത് ഹരിതര സീറ്റ് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് സാധാരണ നമ്മുടെ പ്രകാശ് ടിപ്പിക്കലായിട്ട് തരണ സീറ്റല്ല, ഇത് വോൾവോ ടൈപ്പ് സീറ്റാണ് വന്നിട്ടുള്ളത്. വോൾവോ ബസ്സുകൾക്കൊക്കെ ഉള്ള പോലെ ബാക്കിൽ ഇതുപോലെ ബോട്ടിൽ ഹോൾഡർ, അതുപോലെ റീഡിങ് ബുക്സ് ഒക്കെ വെക്കാനുള്ളൊരു ഹോൾഡർ, പിന്നെ ഇതുപോലെ സ്റ്റെപ്പൊക്കെ കണ്ടോ, അതുപോലെ ചവിട്ടിയിരിക്കാനൊക്കെ പറ്റുന്ന ഒരു സെറ്റപ്പൊക്കെ തന്നെയാണ് സ്ഥിരം നമ്മളെല്ലാ വണ്ടിയിലും കാണുന്നത് തന്നെയാണ്. പിന്നെ ഇത് പുഷ് ബാക്ക് സീറ്റാണ് വരുന്നത്. ഇതാണ് അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെ. പിന്നെ ഇതുപോലെ ഒരു എന്താ പറയുക, നമുക്ക് കൈയൊക്കെ വെക്കാനായിട്ടുള്ള ആംറസ്റ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിൽ ഒരുപാട് ലൈറ്റ് വർക്കോ സൗണ്ട് വർക്കോ ഒന്നും ചെയ്തിട്ടില്ല. പുതിയ വണ്ടിയാണ്. ഇപ്പം ഇന്നലെ ജിങ്കിയിലായിരുന്നു വണ്ടി ഉണ്ടായിരുന്നത്. അപ്പോൾ ജിങ്കിയിലത്തെ വർക്ക് കഴിഞ്ഞിട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ ഈസിയുടെ ബ്ലോറ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ വർക്ക് കഴിഞ്ഞത് നമ്മൾ വണ്ടിയുടെ വീഡിയോ എടുക്കാനായിട്ട് അങ്ങോട്ട് വരികയാണ് ചെയ്തത്. വേറെ വർക്ക് കഴിഞ്ഞിട്ട് എടുക്കുമ്പോഴേക്കും വീണ്ടും ഇതിൻ്റെ ഒരു പുതുമ നഷ്ടപ്പെടും. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. അതുപോലെ ഫാന് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് സൈഡിലായിട്ട്. ഒരു 2, 4, 6, 8 ഫാൻ സൈഡിൽ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് 12 മീറ്റർ വണ്ടിയായി കാരണം നല്ല ലെങ്ത്തും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ വലിയൊരു ടി വി കൊടുത്തിട്ടുണ്ട്. പിന്നെ നടുക്കലായിട്ട് ഇവിടെ ഒരു ടി വി വരാൻ വന്നിട്ടുണ്ട്. ഞാൻ ശ്രദ്ധയിൽ വിട്ടില്ല. എന്താ അവിടെ ഒരു ടി വി നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ 2 ടി വി ആണ് ഇതിലുള്ളത്. പിന്നെ ബാക്കിൽ ഇതുപോലെ ഒരു ലൈറ്റ് സൗണ്ട് അതിൻ്റെ സംഭവങ്ങളൊക്കെ വരും. ഇപ്പോൾ ഒന്നും വന്നിട്ടില്ല എന്ന് മാത്രം കേട്ടോ. പിന്നെ താഴെ ഒരു ഫയർ എക്സ്റ്റിംഗ്വിഷർ കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. ബാക്കിൽ 2, 3, 4, 5 സീറ്റാണ് കേട്ടോ വരുന്നത്. പിന്നെ കട്ടൺ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൽ മെറ്റീരിയലൊക്കെ സ്ഥിരം നമ്മുടെ പ്രകാശിൽ വരുന്ന ആ ഒരു മെറ്റീരിയൽ തന്നെയാണ് അതിൻ്റെ ബെർത്തിലൊക്കെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ബെർത്തിൽ ഇതിൻ്റെ അടിയിൽ ഇതുപോലെയുള്ള ലൈറ്റിൻ്റെ സാധനം ഈ ഒരു പാനലുണ്ടല്ലോ, അത് ഇങ്ങനത്തെ ഒരു സെറ്റപ്പാണ് വന്നിട്ടുള്ളത്. ടൈസറ വെൻ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. 2 ലൈറ്റ് ഒക്കെ കാണാൻ സാധിക്കും. അതൊക്കെ സ്ഥിരമായിട്ടുള്ള നമ്മൾ പറഞ്ഞിട്ടുള്ള മുന്നിലുള്ള വണ്ടികളൊക്കെ കാണാൻ സെറ്റപ്പ് തന്നെയല്ല, അത് പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ ഇതുപോലെ കർട്ടൻസൊക്കെ സൈഡിൽ ബ്ലാക്ക് തീമുള്ള കർട്ടൻസും കാര്യങ്ങളൊക്കെയാണ് അതിൽ കൊടുത്തിട്ടുള്ളത്. ഓവറോൾ നല്ലൊരു വണ്ടിയില്ലേ. അപ്പോൾ എന്തായാലും നന്നായിരിക്കുന്നുണ്ട് വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകളൊക്കെ. കൂടുതൽ പറഞ്ഞ് അധികം മുഷിപ്പിക്കുന്നില്ല. സ്പീക്കർ അത്യാവശ്യം ഇപ്പോൾ പ്രകാശ് വരുമ്പോൾ ഉള്ള സ്പീക്കർ കാര്യങ്ങളൊക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് 2 സൈഡിലായിട്ട് ഇങ്ങനെ സ്പീക്കറും സിസ്റ്റമൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ 2 സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വണ്ടിയുടെ ഡെറാഡോൻ്റെ ലൈലൻഡ് വണ്ടിയുടെ ഇൻറ്റീരിയർ കാഴ്ചകളും കാര്യങ്ങളൊക്കെ. പിന്നെ ഈ സൈഡിൽ വരുമ്പോൾ ഇവിടെ ഒരു എമർജൻസി എക്സിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് പറയുന്ന കാര്യങ്ങളാണ്. എടുത്തത് ഇങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല പറയാനായിട്ട്. ഇവിടെ സ്പേസ് അത്യാവശ്യം ഉണ്ട്. പിന്നെ പുതിയ പുത്തൻ വണ്ടിയുടെ ഒരു മണം ഉണ്ടല്ലോ, അത് ഭയങ്കര. ഇപ്പോൾ സീറ്റിൻ്റെ മുകളിൽ കവറൊക്കെ എടുത്ത് ഇപ്പോൾ കളഞ്ഞുള്ളൂ കേട്ടോ. അതിന് മുകളിൽ ഒരു കവർ ഉണ്ടായിരുന്നു, ആ കവറൊക്കെ ഇപ്പോൾ ചീന്തി കളഞ്ഞുള്ളൂ. പിന്നെ ഇവിടെ വരുമ്പോൾ ഒരു ഫ്രിഡ്ജ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ബ്ലൂ സ്റ്റാറിൻ്റെ ഫ്രിഡ്ജാണ് ഇപ്പോൾ നമ്മൾ മിക്ക വണ്ടിയിലും കാണുന്നത്. പിന്നെ ഇവിടെ ഒരു ക്ലോക്ക് കാര്യങ്ങളൊക്കെ ഉണ്ട്. ടി വി പിടിപ്പിച്ചിട്ടില്ല കേട്ടോ, ടി വി വരണുള്ളൂ. അപ്പോഴേക്കും ഞാൻ വീഡിയോ എടുക്കാൻ വന്നല്ലോ. ടി വിയുടെ ഒരു ഓപ്ഷൻ കാര്യങ്ങളൊക്കെയാണ്. പിന്നെ അവിടെ ചാർജിങ് പോർട്ടൽസ് കാര്യങ്ങളൊക്കെയാണ്, മൊബൈൽ ഹോൾഡേഴ്സ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇത്രയ്ക്ക് തന്നെയാണ് നമുക്ക് വണ്ടിയുടെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് വണ്ടി ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കണം. അതിന് പിന്നെ ഫ്രണ്ടിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറയാനുണ്ടല്ലേ, എന്നിട്ട് വണ്ടി ഓടിച്ച് വൈൻഡപ്പ് ചെയ്യാം. നമ്മുടെ ഡ്രൈവർ ക്യാബിനിലേക്ക് വന്നിരിക്കുകയാണ് കേട്ടോ. അവിടെ ക്യാബിനിൽ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ക്ലസ്റ്റർ കാര്യങ്ങളൊക്കെ പഴയ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതൊന്നും പറഞ്ഞ് കൂടുതൽ വെറുപ്പിക്കണില്ല. എല്ലാം ഡിജിറ്റലായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതുപോലെയുള്ള സ്വിച്ചുകളും കാര്യങ്ങളൊക്കെയാണ്. അതൊക്കെ പഴയ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്, കൂടുതലൊന്നുമില്ല. ഇതാണ് ക്യാബിൻ്റെ ഇൻറ്റീരിയർ കാഴ്ചകളൊക്കെ ഡെറാഡോന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഇൻറ്റീരിയർ കണ്ട ഇതുപോലെയൊക്കെയാണ് കേട്ടോ വന്നേക്കുന്നത്. ഫാനും കാര്യങ്ങളും ലൈറ്റും സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കൂടുതലും ഓവറായിട്ട് പറയുന്നില്ല. സെറ്റ് വർക്ക് കഴിഞ്ഞതിന് ശേഷം നമുക്ക് വീഡിയോ പറ്റിച്ച് ചെയ്യാം. സെറ്റ് വർക്കൊന്നും കഴിഞ്ഞിട്ടില്ല. ഫസ്റ്റ് എയ്ഡ് ബോക്സ് എത്ര കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട്. ഇത്രയും സ്ഥലമുണ്ട് ഇവിടെ ഇരിക്കാനും ഒക്കെ ആയിട്ട്. പിന്നെ അത് 6+1 മാനുവൽ ട്രാൻസ്മിഷൻ ഗിയർ ബോക്സ് ഒക്കെ വന്നേക്കുന്നത്. ഇതാണ് നമ്മുടെ ഷീറിംഗ് വീല് വരുന്നത്. വണ്ടി സ്റ്റാർട്ടിങ്ങിലാണ് കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഒന്ന് വണ്ടി ഓടിച്ച് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓടിച്ച് നോക്കാം. അപ്പോൾ വണ്ടി ഒന്ന് എടുക്കാട്ടോ.
നമ്മളെങ്ങനെ സ്ട്രേറ്റിന്റെ ആണോ റോഡ് നേരല്ലേ? അഞ്ചലാണ് കേട്ടോ സാർ, 5. അപ്പൊ എന്തായാലും നമുക്ക് ഈ വണ്ടി സ്ഥിരമായിട്ടും തരാറുള്ളത് അദ്ദേഹത്തിനത് താങ്ക്സ് പറയാനുള്ള എല്ലാ വണ്ടികളും സ്ഥിരമായിട്ട് വണ്ടി ഇറങ്ങുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നുണ്ട്. എന്തായാലും ഒരുപാട് സന്തോഷത്തിന്റെ ഗ്രൂപ്പ് വീട്ടുകാർക്കായിരുന്നു താങ്ക്സ് പറയാണ്. നമുക്കിപ്പോൾ കൂടുതൽ കുറെ ലാൻഡ് വന്നതിനെ പറ്റി നമ്മൾ ഉപയോഗിച്ചിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട്. എന്നാലും നമ്മളിങ്ങനെ ധാരാളം ഡ്യൂട്ടി വണ്ടി ഇറങ്ങുമ്പോൾ ഓടിച്ച് മാത്രമല്ല പറയാല്ലേ. നല്ല അടിപൊളി ബൈപ്പാസിൽ മറ്റേ വണ്ടി വരും. അതെന്തായാലും ഇതിന് വണ്ടി ഫസ്റ്റ് ട്രിപ്പും നമുക്കൊരു കല്യാണം കൂടാനും പറ്റി. അതാണ് ഇന്നത്തെ ട്രിപ്പിന്റെ പ്രത്യേകത. വണ്ടി കൂടിയാലോ പുതിയ വണ്ടി വരുമ്പോൾ ഓടിക്കണം. നേരെ കൂടി എന്താ വെച്ചാൽ അവരുടെ സമയം എത്ര കൂടും. അപ്പോൾ ഇവിടെ ഓർമ്മിപ്പിക്കാൻ പറ്റില്ല. എവിടെയെങ്കിലും തട്ടാൻ വേണ്ടി നല്ലൊരു വണ്ടി. സ്നേഹിന്റെ എനിക്ക് ഭയങ്കര താല്പര്യമാണ്. കംഫർട്ട് സോളിഡ് വണ്ടി എനിക്ക് മൈൻഡപ്പ് ചെയ്യാം. നമ്മളങ്ങനെ വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യണം. വീഡിയോ ഇഷ്ടപ്പെട്ട തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നല്ല കൂട്ടുകാരിലേക്ക് എത്തിക്കുക വീഡിയോ. അപ്പോൾ ഇവിടെ നിന്ന് മറ്റൊരു ഗംഭീര വീഡിയോയിൽ വരാം. നമസ്കാരം. നല്ല രസമുണ്ടല്ലേ? അപ്പോൾ ഓക്കെ, ബൈ.